നമസ്കാരം. ഇറാനെതിരായ സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ 20-ലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് നീക്കമെന്നാണ് US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം. അതിനിടെ ട്രംപിൻ്റെ ഗസ സമാധാന പദ്ധതി തള്ളി ഇസ്രായേൽ. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി വിദഗ്ധരെ ഉൾപ്പെടുത്തി ടെറിട്ടോറിയൽ ആർമിയുടെ പങ്കാളിത്തം വിപുലീകരിക്കാനും കേന്ദ്രം ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അതേസമയം അൽഗോരിതത്തിൽ മാറ്റം വരുത്താൻ മെറ്റയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളും പുറത്തുവരുന്നു. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമേലുള്ള ഉപരോധം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിൽ 20-ലധികം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് അമേരിക്ക. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US നേവിയുടെ ഡിസ്ട്രോയർ കപ്പലായ USS റോസ് ഉൾപ്പെടെയുള്ളവ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 9 വരെയുള്ള കണക്കനുസരിച്ച് ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 55 വാണിജ്യ കപ്പലുകളെ വഴിതിരിച്ചു വിട്ടതായും 2 എണ്ണത്തിൽ പരിശോധനകൾ നടത്തിയതായും US സൈനിക കമാൻഡ് വ്യക്തമാക്കി. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ പുതിയ ഷിപ്പിംഗ് പാതകൾ ഒരുക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചു. എന്നാൽ ഈ ജലപാത തുറക്കുന്നതിന് അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾ പാലിക്കണമെന്നാണ് ഇറാൻ്റെ നിലപാട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഉപരോധം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും US ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളി ഇസ്രായേൽ. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കി. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഞായറാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് അമേരിക്കൻ പിന്തുണയോടെ ഹമാസ് അംഗീകരിച്ച 15-ഇന സമാധാന നിർദ്ദേശം ഇസ്രായേൽ നിരാകരിക്കുന്നതായി നെതന്യാഹു പ്രഖ്യാപിച്ചത്. 15-ഇന നിർദ്ദേശങ്ങളടങ്ങിയ രേഖ ഇസ്രായേൽ അംഗീകരിക്കില്ല. ഹമാസ് ആയുധം ഉപേക്ഷിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം പിന്മാറില്ലെന്നും ഞങ്ങളുടെ സേനയ്ക്ക് പൗരന്മാർക്കു നേരെ ഉണ്ടാകുന്ന ഭീഷണികളെ ഇല്ലാതാക്കുന്നത് തുടരും. ഈ വിഷയത്തിൽ ഞങ്ങൾ അമേരിക്കയുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ ചില ആശയങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, എന്നാൽ ചിലത് അംഗീകരിക്കാനാവില്ല. ചില കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ ഇസ്രായേലിന് അറിയാമെന്നും നെതന്യാഹു പറഞ്ഞു. തന്നെപ്പോലൊരു പ്രധാനമന്ത്രി ഭരണത്തിലുള്ളിടത്തോളം കാലം ഒരു പലസ്തീൻ രാഷ്ട്രവും രൂപീകരിക്കപ്പെടില്ലെന്നും നെതന്യാഹു വീണ്ടും വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ കഴിവ് തെളിയിച്ച വിദഗ്ധരെ ഉൾപ്പെടുത്തി ടെറിട്ടോറിയൽ ആർമിയുടെ പങ്കാളിത്തം വിപുലീകരിക്കാൻ കേന്ദ്ര പ്രതിരോധത്തിൽ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ട്. നിർമ്മിത ബുദ്ധിക്ക് പുറമെ ഇൻഫർമേഷൻ വാർഫയറിൽ കഴിവ് തെളിയിച്ചവരെയും സൈബർ വിദഗ്ധരെയും ടെറിട്ടോറിയൽ ആർമിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യകളിലെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ ഭാവിയിലെ ഡിജിറ്റൽ യുദ്ധം, സൈബർ ആക്രമണങ്ങൾ, ഇൻഫർമേഷൻ വാർഫയർ തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാനുള്ള സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സാങ്കേതിക വിദഗ്ധരെ ടെറിട്ടോറിയൽ ആർമിയിൽ ജൂനിയർ റാങ്കുകളിൽ നേരിട്ട് നിയമിക്കുന്നതും പരിഗണനയിലുണ്ട്. സാങ്കേതിക വിദഗ്ധരെ സേനയിലേക്ക് ആകർഷിക്കുന്നതിനായി ഓണററി കമ്മീഷൻ നൽകാനും പദ്ധതിയുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചു. ആഗോളതലത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള സർക്കാർ ഫണ്ടിംഗ് കുറഞ്ഞു വരുന്നതായി യുനെസ്കോയുടെ 2026 SDG റിപ്പോർട്ട്. ഇന്ത്യൻ യുനെസ്കോയുടെ GDP മാനദണ്ഡം പാലിക്കുന്നുണ്ടെങ്കിലും മൊത്തം സർക്കാർ ചെലവിൻ്റെ കാര്യത്തിൽ പിന്നിലാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 4.1% ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പൊതുചെലവ്. മൊത്തം സർക്കാർ ചെലവുകളുടെ വിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. യുനെസ്കോയുടെ മാനദണ്ഡ പ്രകാരം ആകെ പൊതുചെലവിൻ്റെ കുറഞ്ഞത് 15% മുതൽ 20% വരെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് 14.2% മാത്രമാണ് മാറ്റിവെക്കാറുള്ളത്. 2015 ഇത് 15.7% അതേസമയം രാജ്യത്ത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നവരുടെ നിരക്കിൽ വൻ ഇടിവാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അൽഗോരിതം പരിഷ്കരിക്കാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ മാതൃ കമ്പനിയായ മെറ്റയോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ.
രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിശദമായ പദ്ധതിരേഖ സമർപ്പിക്കാനും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ANI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ കഴിഞ്ഞയാഴ്ച മാപ്പ് പറഞ്ഞിരുന്നു. മെറ്റ ആഗോള സംഘവുമായി നടത്തിയ ചർച്ചയ്ക്കിടെയാണ് അൽഗോരിതം പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഡീപ് ഫേക്കുകൾ, തെറ്റായ പ്രചാരണങ്ങൾ, മറ്റ് കൃത്രിമ നിയമവിരുദ്ധമോ ആയ ഉള്ളടക്കങ്ങൾ എന്നിവയുടെ വ്യാപനം തടയുന്നതിനായി അൽഗോരിതം പരിഷ്കരിക്കണമെന്നാണ് നിർദ്ദേശം. അടിയന്തരാവസ്ഥക്കാലത്ത് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് ബംഗാളിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പ്രതിമാസം 10,000 രൂപ വീതമാണ് പെൻഷൻ നൽകുക. 325 പേർക്കാണ് ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പരിപാടിയിൽ സംസാരിക്കവെയാണ് സുവേന്ദു അധികാരിയുടെ പ്രഖ്യാപനം. അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്നതിനെ അവർ വലിയ യാതനകൾ സഹിച്ചിട്ടുണ്ടെന്നും ഈ ധീരരായ സൈനികർക്ക് ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നുവെന്നും ബംഗാളിലെ പുതിയ സർക്കാർ നിലകൊള്ളുന്നത് ഈ ധീര സൈനികരുടെ ആദർശങ്ങളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്തെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട 325 പേരെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും പശ്ചിമ ബംഗാൾ ലോകതന്ത്ര സേനാനി സമ്മാൻ എന്ന പേരിൽ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വൻ കുതിപ്പ്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 2025 ജൂലൈയിൽ അപേക്ഷിച്ച് 66% കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക് വാഹന മേഖലയിൽ ഉണ്ടാകുന്ന ഈ കുതിപ്പ് തൊഴിൽ മേഖലയിലും പ്രതിഫലിക്കുമെന്നാണ് അഡക്കോ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അഡക്കോ ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2030 ഇലക്ട്രിക് വാഹന മേഖലയുമായി ബന്ധപ്പെട്ട് 3 കോടി മുതൽ 4 കോടി വരെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണം, ചാർജിംഗ് സംവിധാനങ്ങൾ ഒരുക്കൽ, ഫ്ലീറ്റ് ഓപ്പറേഷൻസ്, സോഫ്റ്റ്വെയർ വികസിപ്പിക്കൽ, വാഹന സർവീസ്, ബാറ്ററി റീസൈക്ലിംഗ് തുടങ്ങി വിവിധ മേഖലകളിലായിരിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ മേഖലകളിലെ നിയമനങ്ങളിൽ പ്രതിവർഷം 15 മുതൽ 20% വരെ വർധനവ് സംഭവിക്കും. പ്രത്യേകം വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളുടെ കാര്യത്തിൽ 35% വരെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. 4 കോടിയോളം വരുന്ന തൊഴിലവസരങ്ങളിൽ 15% വരെ മാത്രമായിരിക്കും നേരിട്ട ഇലക്ട്രിക് വാഹന ഫാക്ടറികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ശേഷിക്കുന്ന 85% EV അനുബന്ധ തൊഴിലുകൾ ആയിരിക്കും. ട്രെയിൻ യാത്ര കൂടുതൽ വേഗതയേറിയത് സുരക്ഷിതവുമാക്കാൻ വടക്കൻ കേരളത്തിൽ ട്രാക്കിന് ഇരുവശത്തും സുരക്ഷാ വേലി നിർമ്മിക്കാൻ പദ്ധതി. 150 കിലോമീറ്റർ ദൂരമാണ് സുരക്ഷാ വേലി നിർമ്മിക്കുന്നത്. പയ്യന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പഴയങ്ങാടി, ബേക്കൽ ഫോർട്ട്, കൊയിലാണ്ടി, തലശ്ശേരി സെക്ഷനുകളിൽ ട്രാക്കിന് ഇരുവശത്തും സുരക്ഷാ വേലി നിർമ്മിക്കും. ട്രാക്കുകളും സമീപ പ്രദേശങ്ങളും തമ്മിൽ തിരിച്ച് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ട്രെയിനിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം പഴയങ്ങാടി, ബേക്കൽ ഫോർട്ട് സെക്ഷനിലാണ് പണി തുടങ്ങുക. 45.63 കോടിയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ പദ്ധതിയായ കൊയിലാണ്ടി തലശ്ശേരി സെക്ഷനിൽ 80 കിലോമീറ്റർ സുരക്ഷാ വേലിയും 0.7 കിലോമീറ്റർ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാനാണ് ആലോചന. 42.01 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 12 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണ റെയിൽവേ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും കുറഞ്ഞതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 13,930 രൂപയും 1 പവന് 1,11,440 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. അന്താരാഷ്ട്ര നിരക്കനുസരിച്ചാണ് സംസ്ഥാനത്തും വില കുറഞ്ഞത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 245 രൂപയിൽ വ്യാപാരം തുടരുന്നു. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.